ചേലക്കര ടൗണിൽ നിന്ന് എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിജയകുമാർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിജയകുമാർ, എന്താണ് പോളിംഗ് കഴിഞ്ഞു, സമാധാനപരമായിരുന്നു, മറ്റുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ചേലക്കരയിൽ നിന്ന്? എസ്കെൻ, ചേലക്കരയുടെ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 72.54 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം. അത് ഒരു പക്ഷേ 73-നോ 74-നോ അടുത്തെത്തിയേക്കാം എന്ന വിവരം കൂടി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കടുത്ത പോരാട്ടത്തിന്റെ എല്ലാ തീവ്രതയും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കളും നടത്തിയ ശ്രമങ്ങൾ വലിയ തോതിൽ വിജയം കണ്ടിട്ടുണ്ട്. രാവിലെ ഒരു 2 മണി വരെ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിൽ പോളിംഗ് ഉയർന്നു തന്നെ നിന്നു. ആ നിലയിൽ ബാക്കി മണിക്കൂറുകൾ കൂടി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചേലക്കരയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഒരു 3 മണി മുതൽ ഏതാണ്ട് ഒരു 5 മണി വരെയുള്ള 2 മണിക്കൂറിൽ പോളിംഗ് വളരെ താഴ്ന്ന നിലയിലായിരുന്നു, മന്ദഗതിയിലായിരുന്നു. അതുകൊണ്ടാണ് 75 ക്രോസ് ചെയ്യാതിരുന്നത്. പക്ഷേ എന്നാലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താവുന്ന നല്ല പോളിംഗ് തന്നെയാണ്. ഒരു 73-74 ഒക്കെ വന്നാൽ അത് നല്ല പോളിംഗ് തന്നെയാണ്. ചേലക്കരയുടെ ഒരു 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം സമീപകാലത്തെ പരിശോധിച്ചാൽ 75-നും 79-നും ഇടയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ അത് പൊതു തെരഞ്ഞെടുപ്പുകളിലാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുകളിലേക്ക് ഇത്തവണ പോയിട്ടുണ്ട് എന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ, ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തോട് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ നല്ല നിലയിൽ പ്രതികരിച്ചു എന്നത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. എസ്കൈൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും കണക്ക് കൂട്ടലുകളിൽ ഒരു ആത്മവിശ്വാസത്തോടെ മറുപടി പറയാൻ 3 കക്ഷികൾക്കും കഴിയുന്നില്ല എന്നത് ചേലക്കര പ്രവചനാതീതമാണ് എന്നത് എല്ലാ തരത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ചേലക്കരയുടെ 28 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇടതുമുന്നണി സമ്പൂർണ്ണ ആധിപത്യം നേടിയ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതൊരു പൊന്നാപുരം കോട്ടയായിരുന്നു. ആ പൊന്നാപുരം കോട്ടയിൽ ഇത്തവണ ഏത് കൊടി പാറും എന്നത് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആലങ്കാരികമായി പറയുന്നതല്ല എസ്കേൻ, അതൊരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്. നമ്മളിവിടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UR പ്രദീപ്, അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ പിറന്നാൾ ദിവസം കൂടിയായിരുന്നു. രാവിലെ തിരക്കായതുകൊണ്ട് വൈകിട്ട് ഒരു ബേക്കറിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആ പിറന്നാൾ ആഘോഷിച്ചു. ആ ഘട്ടത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കുമെന്നാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളവരൊക്കെ പറഞ്ഞത്. രമ്യ ഹരിദാസ് ആവട്ടെ ഈ മണ്ഡലം മുഴുവൻ ഇന്ന് ചുറ്റിക്കറങ്ങിയിട്ട് മാറ്റത്തിനൊരു വോട്ട് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് രമ്യ ഹരിദാസും പറയുന്നു. BJP സ്ഥാനാർത്ഥി പറയുന്നത് ഈ പറയുന്ന തിരുവില്വാമല, പാഞ്ഞാൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ മികച്ച വോട്ട്, പരമ്പരാഗതമായി വോട്ട് കൂട്ടുന്ന പ്രവണതയുള്ള പാർട്ടി, അതുകൊണ്ട് ഇത്തവണ ഇവിടെ അത്ഭുതം കാഴ്ചവെക്കുമെന്ന് അവരും പറയുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തിന്റെ കൂട്ടലും കിഴിക്കലും, മനക്കണക്കിന്റെ കൂട്ടലും കിഴിക്കലും ഒക്കെയായി ഇനിയുള്ള ദിവസങ്ങൾ, ഏതാണ്ട് 10 ദിവസം ഈ മുന്നണി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ തുടരുകയാണ്. പക്ഷേ SKN ഒരു പ്രധാനപ്പെട്ട കാര്യം UDF പറഞ്ഞിട്ടുള്ളത് ചേലക്കര ജയിക്കലാണ് രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് മേലുള്ള അവരുടെ വിജയം എന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാലക്കാട് നിലനിർത്തിയാലും വയനാട് നിലനിർത്തിയാലും അല്ല രാഷ്ട്രീയ വിജയം, ചേലക്കര പിടിച്ചെടുക്കലാണ് രാഷ്ട്രീയ വിജയം എന്നത് കോൺഗ്രസ് മുദ്രാവാക്യമായി ഒരു പ്രഖ്യാപനമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചേലക്കര പോയാൽ അത് വലിയ നാശമാണ്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് എന്ന തിരിച്ചറിവ് CPM-ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്, പാർട്ടി സെക്രട്ടറിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ 2 ദിവസം തുടർച്ചയായി നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പയിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ചേലക്കര നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും CPM-ന് പാടില്ല, അത് നിലനിർത്തണം. എന്നാൽ ചേലക്കര പിടിച്ചെടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ UDF-ന്, കോൺഗ്രസിന് ഇവിടെ വിജയം അത്യാവശ്യവുമാണ്. കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രതീതി സൃഷ്ടിക്കാൻ BJP-ക്ക് ഇവിടെ വോട്ട് വല്ലാതെ കൂട്ടുകയും വേണം. അപ്പോൾ എല്ലാ പ്രതീക്ഷാഭാരത്തോടെയാണ് ഇനി ഉള്ള ഈ 10 ദിവസങ്ങൾ. SK. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറാണ് ചേലക്കര ടൗണിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.